എൻ്റെ അമ്മയുടെ മുഖം മാറിയല്ലേ എനിക്ക് മനസ്സിലാവില്ലേ എന്താ അമ്മേ പ്രശ്നം? ഇനി നിങ്ങളെ മേലെ ഒരു വഴക്കും കൂടിയോ? ഈ പാവം എന്നോട് വഴക്ക് കൂടുവോ? പിന്നെന്താ പറ്റിയേ? താനെന്താ കഥകളി കാണിക്കുന്നേ? എന്താ കാര്യം? ഗിരി ഇവിടെ വന്നായിരുന്നു. ഓ നന്നായി, ഇപ്പോഴെങ്കിലും അവന് വരാൻ തോന്നിയല്ലോ. ഇവള് ഗോപാലൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞെത്തേണ്ട ആളായിരുന്നു. കുറച്ച് വൈകിയെങ്കിലും എത്തിയല്ലോ. താൻ നടന്നെന്താന്ന് അവനോട് പറഞ്ഞില്ലേ? ആ ഇതോടെ അവൻ ആ ഗോപാലിന്റെ പുറകെയുള്ള നടത്തം അവസാനിപ്പിക്കും. ആദ്യം അവൻ ആ ഗോപാലിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. പിന്നെയാ ഞാൻ ഉറപ്പിച്ചത്. എടോ, വർഷങ്ങളായിട്ട് ഞാൻ തോളി കൈയിട്ട് നടന്ന ഗിരി മഹിമയ്ക്ക് സംഭവിച്ച എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഗോപാലിന്റെ കൂടെ നിൽക്കില്ല. അവൻ തന്നെ ഗോപാലിനെ നാട്ടുകാരുടെ മുന്നിലിട്ട് തല്ലണം. ഗിരി കൂടെയില്ലെന്നറിഞ്ഞാലേ നാട്ടിലുള്ള അയാളുടെ എല്ലാ ശത്രുക്കളും അയാൾക്കെതിരെ തിരിയും. പിന്നെ ഗോപാലിന്റെ പൊടി പോലും കിട്ടില്ല. അവന്റെ സ്വഭാവം വെച്ചേ കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ ഗോപാലിനെ തല്ലാൻ പോയിട്ടുണ്ടാവും. അവനെല്ലാം അറിഞ്ഞിട്ടാ വന്ന്. എന്നാ മിക്കവാറും അവൻ ഗോപാലിനെ സ്റ്റേഷനിലിട്ട് തന്നെ തല്ലിക്കാണും. ഞാനേ അവനൊന്ന് വിളിക്കട്ടെ. വേണ്ട, നിക്ക്. നീ വിചാരിക്കുന്ന പോലെ തന്നെ ഞാനും പ്രതീക്ഷിച്ചേ. പക്ഷെ അവൻ വന്ന അതിനു വേണ്ടിയൊന്നുമല്ല. പിന്നെ മഹിമയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാൻ അവൻ വന്ന്. ഗോപാലിന്റെ രാഷ്ട്രീയ ഭാവി നശിക്കരുതെന്ന അവന്റെ ആഗ്രഹം. വക്കീലെ, എങ്ങോട്ടായി പോകുന്നേ? എനിക്ക് അവനൊന്ന് കാണണം. വേണ്ട വക്കീലെ, ഇതിനെ കുറിച്ചൊരു സംസാരം നിങ്ങൾ തമ്മിൽ നടത്തണ്ട. വെറുതെ പ്രശ്നം വഷളാക്കണ്ട. നിന്നോട് പരാതി പിൻവലിക്കാൻ അവൻ പറഞ്ഞ നിമിഷം തന്നെ ഈ പ്രശ്നം വഷളായി. ഇനി അവൻ അത് അറിയിക്കാനേ ബാക്കിയുള്ളൂ. അവൻ എന്താ പറയാനുള്ളത് എനിക്കറിയണം. വേണ്ട വക്കീലെ. എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്നെ തടയരുത്.